അടുത്തത് ദ സെർച്ച് ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ. എന്താണ് അല്ലെങ്കിൽ ഏതാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സെർച്ച്? അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്? സോ അതിനു മുമ്പ് ഒരുപാട് ഇൻഹെറിറ്റൻസിനെ കുറിച്ചും അതിൻ്റെ സ്റ്റഡിയൊക്കെ നമ്മൾ നടത്തി. സോ അതാണ് പറഞ്ഞു വരുന്നത്. ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ പഠിച്ചു. അതാരാണ് പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ മെൻഡലിനെ. സോ മെൻഡലിൻ്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് 1866 അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ന്യൂക്ലിയൻ. സോ ആ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ് ഓൾട്ട്മൻ പേരിട്ട ആ ന്യൂക്ലിയൻ അതിനെ ഡിസ്കവർ ചെയ്ത് ഫ്രെഡറിക് മിഷറാണ് 1869. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് മെൻഡൽ പ്രപ്പോസ് ചെയ്തതും അതുപോലെ ഡിസ്കവറി ഓഫ് ന്യൂക്ലിയൻ ഫ്രെഡറിക് മിഷർ പ്രപ്പോസ് ചെയ്തതൊക്കെ 1869. സോ ഈ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്നുള്ളതിൻ്റെ അടുത്ത് വരെ അവരെത്തി. പക്ഷേ ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ് ഇത് രണ്ടും ഈ പറഞ്ഞ മെൻഡലും മിഷറും എന്താണെന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് അപ്പോഴും അറിയില്ല. പിന്നീട് ഒരുപാട് സമയമെടുത്തു. ഓൾമോസ്റ്റ് രണ്ടും സെയിം ടൈമിലാണ് ഇത് രണ്ടും ഡിസ്കവർ ചെയ്തെന്നുണ്ടെങ്കിലും ആക്ച്വൽ ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് പ്രൂവ് ചെയ്യാനും അതുപോലെ അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനും ഒരുപാട് ടൈം എടുത്തു. ഇറ്റ് ടുക്ക് ലോങ് ടൈം ടു ഫൈൻഡ് ആൻഡ് പ്രൂവ് DNA ആക്ട് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. DNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യണതെന്ന് പ്രൂവ് ചെയ്യാനും അതിനെ കണ്ടുപിടിക്കാനും ഒരുപാട് സമയമെടുത്തു. ഓൾമോസ്റ്റ് ഇത് രണ്ടുപേരും ഒരേ സമയത്ത് അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടും DNA ആണെന്ന് കണ്ടുപിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 1926 അത് കഴിഞ്ഞ് എത്ര കാലം എടുത്ത് നോക്കി? 1926 ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഒരു മോളിക്യുലാർ ലെവലിലെത്തിയത്. ജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത് ഒരു മോളിക്യുലാർ ലെവലിലേക്ക് റീച്ച് ചെയ്തത് 1926. അതുവരെ നമ്മൾ മെൻഡൽ പറഞ്ഞിരുന്നു ഫാക്ടറാണ്, പിന്നെ ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞതുണ്ട്, DNA അങ്ങനത്തെ വരെ എത്തിയിട്ടുള്ളൂ. അതിന് കൂടുതൽ അതാണ് ഈ ഇൻഹെറിറ്റൻസിന് ഹെൽപ്പ് ചെയ്യണേന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ല. സോ ആ ഒരു ഇൻഹെറിറ്റൻസ് മോളിക്യുലാർ ലെവലിലേക്ക് DNA എന്ന് പറഞ്ഞ മോളിക്യുലാർ ലെവലിലേക്ക് തിങ്ക് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂളാണ് എന്നുള്ള ലെവലിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ വന്നത് 1926 ഓൺവേർഡ്സ് ആണ്. അങ്ങനെ മുമ്പുണ്ടായ ഒരുപാട് ഡിസ്കവറീസ്, നമ്മുടെ ഇൻഹെറിറ്റൻസിനെ സഹായിക്കുന്ന ഒരുപാട് ഡിസ്കവറീസ് നമ്മുടെ പറഞ്ഞ മെൻഡൽ, അതുപോലെ വാൾട്ടർ സട്ടൻ ആൻഡ് ബൊവേരിയുടെ, അതുപോലെ TH മോർഗൻ, ഇവരുടെയൊക്കെ ക്രോമസോമൽ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. സോ അതുപോലെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ബട്ട് ഇവരുടെയൊക്കെ സ്റ്റഡി ഒതുങ്ങി നിന്നത് മുഴുവൻ ഏത് ലെവലാണ്? ക്രോമസോം ലെവലാണ്. സോ നാരോഡ് ദ സെർച്ച് ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ ടു ക്രോമസോം. ജനറ്റിക് മെറ്റീരിയൽ, ഇൻഹെറിറ്റൻസിനെ സഹായിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് ക്രോമസോം എന്നുള്ള ലെവൽ വരെ ഭയങ്കരമായിട്ട് നാരോ ചെയ്തിരുന്നു, അവിടെ വരെ ഒതുങ്ങി നിന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ആർക്കും വരാൻ പറ്റിയില്ല. സോ ഏത് മോളിക്യൂളാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അവർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അത് DNA ആണ് കറക്റ്റായുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് ആൻസർ ചെയ്യാൻ പറ്റിയത് പിന്നീട് വന്ന ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിലൂടെയാണ്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം.